ശ്രീ റിജിൽ മാക്കുറ്റി ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട നടപടികളിലെ സാങ്കേതികത്വമാണ് ഇത് എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് ട്രിബ്യൂണലിനെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു, നാളെ സുപ്രീം കോടതിയിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ നിയമപരമായ നടപടികൾ നടക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടാഞ്ഞ ഘട്ടത്തിലാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിനി രാഷ്ട്രീയമായ പകപോക്കൽ നടത്തുകയാണെങ്കിൽ പോലും ഈ രാജ്യത്ത് സംവിധാനങ്ങളില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഇല്ലേ നീതി ഉറപ്പാക്കാൻ എന്ന് ചോദിക്കുന്നു അപ്പുറത്തെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് മുൻകാലത്ത് ചെയ്തതിൻ്റെയാണ് എന്നവർക്ക് വാദിക്കാൻ കഴിയും ആ ലോജിക്ക് വെച്ച്. ശ്രീ അഭിലാഷേ, യഥാർത്ഥത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും വീർപ്പ് മുട്ടിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വളരെ ശക്തമായ സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4600 കോടി രൂപയുടെ കുടിശ്ശിക കൊടുത്തിരിക്കുന്നു ആർക്ക്? BJP വാങ്ങിയിട്ടുള്ള പണത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എവിടെയും നിൽക്കുന്നുണ്ടോ? BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എല്ലാ തരത്തിലും പ്രിവിലേജും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ നിഷ്പക്ഷമായി നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എല്ലാവർക്കും എന്ന രൂപത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ. BJP ആരോപണം ഉന്നയിച്ചിട്ടുള്ള പല ആളുകളും നമുക്കറിയാൻ സാധിക്കും. VS യെദ്യൂരപ്പ അദ്ദേഹം ഭൂമി ഖനന അഴിമതി കേസുകളിൽ BJP നേതാക്കന്മാർക്ക് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള കൈക്കൂലി കൊടുത്തുമായി ബന്ധപ്പെട്ട കേസുണ്ട്. എന്തുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി ആയിട്ടുള്ള ഈ യെദ്യൂരപ്പക്കെതിരെ കേസില്ലാത്തത്? എന്തുകൊണ്ടാണ് അജിത് പവാറിനെതിരായി എത്ര കോടികളുടെ ആരോപണമാണ് ഇവർ ഉന്നയിച്ചത്? എന്തുകൊണ്ട് EDയുടെ അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് പ്രഫുൽ പട്ടേലിനെതിരെ നടക്കുന്നില്ല? എന്തുകൊണ്ട് സുവേന്ദു അധികാരിക്കെതിരെ നടക്കുന്നില്ല? അപ്പോൾ ഇത്തരം ആളുകൾക്കെതിരായി BJP എല്ലാ തരത്തിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ നരേന്ദ്രമോദിയുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് അവരെ ഒന്ന് അലക്കിയപ്പോൾ അവരൊക്കെ തന്നെ ഏറ്റവും നല്ല ക്ലീനിങ് ഇമേജുള്ളവരായി മാറുന്നു. അവരെ വെളുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മോദിയുടെ വാഷിംഗ് മെഷീനകത്ത് പോയി ഒന്ന് അലക്കിയാൽ എല്ലാവരും ക്ലീൻ ചീട്ട് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നാണംകെട്ട അവസ്ഥയല്ലേ? ഇപ്പോൾ BJPയുടെ പോഷക സംഘടന മഹിളാ മോർച്ച, യുവമോർച്ച, അതോടൊപ്പം തന്നെ മറ്റ് മോർച്ചകളെ പോലെ തന്നെ ED മോർച്ച, IT മോർച്ച, CBI മോർച്ചയായിരിക്കുന്നു. ആ ഒരു പോഷക സംഘടനയെക്കാളും നിലവാരം കെട്ട രൂപത്തിലാണ് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങൾ ഒരു ഭരണകൂടത്തിന് വേണ്ടി എന്ത് നെറുകേടും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം, ആ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളുമായിട്ടാണ് ഇന്ന് 28 പ്രതിപക്ഷ പാർട്ടികൾ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക് രാജ്യത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഫാസിസമാണ്. ആ ഫാസിസം തങ്ങളുടെ അധികാര ദണ്ടുപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എല്ലാം ഈ രൂപത്തിൽ അടക്കി വരിക്കാമെന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും RSSന്റെയും നയം. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിന്ന് പണം, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഈ രാജ്യത്തെ സാധാരണക്കാരെ പാവപ്പെട്ട ആളുകൾ കൊടുത്ത പണമാണ്. ആ പണം വാങ്ങിയ പണം, ആ പണം ഉൾപ്പെടെയാണ് ഇൻകം ടാക്സിന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബാൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പണം ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നറിയാം. ആ രൂപത്തിൽ എങ്ങനെയെല്ലാം തരത്തിലും കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് BJP നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും നെറികെട്ട ഒരു രാഷ്ട്രീയ നിലപാടിലാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു നേതാക്കന്മാർക്കെതിരെ അവരെ എന്തുകൊണ്ട് രാത്രി അറസ്റ്റ് ചെയ്യുന്നില്ല? അവർ മുഖ്യമന്ത്രിമാർ ആയാണല്ലേ? അശോക് ചവാൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെതിരായി ഇവർ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിരുന്നു? എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ ഇത്ര അറസ്റ്റ് ഇല്ലാത്തത്? അതുകൊണ്ട് BJPയുമായി ചേർന്ന് നിന്നാൽ ഒരു അഴിമതി നടത്തിയാൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, അല്ലാത്തവർക്കെല്ലാം ജയിലാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ നോക്കിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളുമായി ഡൽഹിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വരുന്നത്.